ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സോ ആസ് യു നോ, നാളെ ന്യൂ ഇയർ ആണ്. സോ ഞങ്ങൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ് ഒക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, പിന്നെ വരാൻ പോകുന്നുണ്ട്. സോ ഇന്നത്തെ ഫുൾ സെലിബ്രേഷൻ വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. സോ അതിന് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. പോവാം, സെലിബ്രേറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഫുൾ അടിച്ചു പൊളിക്കാം. ഇപ്പം നമ്മൾ സ്റ്റോഴ്സിൽ പോയിട്ട് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങൾ, പാർട്ടി പോപ്പേഴ്സ്, സ്മോക്ക്, ബലൂൺസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ന്യൂ ഇയറിന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാംഗോ കേക്ക് വാങ്ങിച്ചു. അത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം വഴിയിൽ നന്ദുവിനെയും സജീനെയും കണ്ടു. അവരെയും കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് യാത്രയായി. വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി. എത്തിയപ്പോഴേക്ക് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, കസിൻസും. പിന്നെ ഞങ്ങളവിടെ എത്തി. മൊത്തത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ പരിപാടികൾ തുടങ്ങി. ബലൂൺസ് ഊതലായി, ഡെക്കറേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പണിഷ്മെന്റ്, ബലൂൺ ഊതുന്ന പണിഷ്മെന്റ്. ഒതുക്കോ മുഖം കാണിക്കില്ലേ അവൻ? തൊട്ട് നീ കമോൺ. ബലൂൺ ഊതിക്കഴിഞ്ഞതിന് ശേഷം നമ്മള് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അവരത്തെ വിട്ടിട്ട് ഞാനും സജിയും കൂടി അമ്മയും കൂടിയിട്ട് എക്സ്പീരിയൻസ്ഡ് കണ്ടിടാൻ തീരുമാനിച്ചു. എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അങ്ങനെ തീ കത്തിക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷെ അത് ഫ്രണ്ടിക്ക് സ്വാഹ, ഓം ഗ്രീം സ്വാഹ. കനലില് ചുണ്ടെന്നൊക്കെ ആയിരുന്നു, പക്ഷെ അത് നടന്നൊന്നുമില്ല. നമ്മള് തീയിലെന്നെ ചുട്ടു. അതൊന്നും എനിക്കറിയില്ല, നീയാ പറഞ്ഞത്. തീ കൊണ്ടുള്ള കളിയായിരുന്നു, തീ കൊണ്ടുള്ള കളി. ആൾക്കാരനെയൊക്കെ പേടിപ്പിക്കാനുള്ള വഴിയായിരുന്നു അത്. നമുക്ക് ഇന്ന് ഫ്രൈ ചെയ്യാം ചിക്കൻ. നമുക്ക് ഇന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ അല്ലല്ലോ, ചുടല്ലേ. ചിക്കൻ നമുക്ക് ഇന്ന് ചുട്ടെടുക്കാം. നമ്മള് പ്രോപ്പർ എക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. ഞാൻ ചെയ്യാന്ന് പറഞ്ഞതല്ലേ. നല്ല മോപ്പായിരുന്നല്ലോ. അമ്മ വേറെ ലെവലില് വയറില് കൊറേ കഴിയുന്ന സമയത്ത് മോപ്പം പിടിച്ച് നിൽക്കുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ വരാൻ. അതെ, അത് ഒട്ടിപ്പിടിച്ചോ? അതിലെന്തോ ഉണ്ട് എന്ന് തോന്നുന്നു. ശരി, അപ്പൊ തിരിക്കണ്ട. കിട്ടുന്നില്ലത്. ഈ ഒരുപാടായി, കനലേ പാടുള്ളൂ. എന്താ ഇരുട്ടത്തിരുന്ന് ചെയ്യണെന്ന് പറഞ്ഞാൽ അവിടെ 2-3 തേനീച്ചകൾ കാരണം നടന്നുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് കാരണം. സോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് വെറും ലൈറ്റിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നായിരുന്നത്. അപ്പൊ 2 വ്ലോഗ് ആയിട്ടിടാം. അപ്പൊ ഇന്ന് ഗ്രില്ല് ചെയ്തു, ഈ സാധനം സെറ്റായി വന്നിരിക്കുന്നു. ടേസ്റ്റ് ഒന്നും എന്താണെന്ന് അറിയില്ല. നീ അത് തൈലിട്. ചിക്കൻ കരിക്കും. അങ്ങനെ ചിക്കൻ റെഡിയായി. കുറച്ച് കരിഞ്ഞു പോയി, പക്ഷെ എന്നാലും ഇറ്റ് വാസ് ഗുഡ്. പിന്നെ വെറും പ്രഹസനമായിരുന്നു, പ്രഹസനം. ചിക്കൻ ഉണ്ടാക്കുകയും ചെയ്തു, 2-3 പീസായിരുന്നു, കാര്യമാവും ചെയ്തു. മസാല അങ്ങനെ തന്നെ കഴിച്ചോളൂ. ആ മസാല കഴിക്കട്ടെ. പിന്നെ
നന്ദുവിന് കുറച്ച് തലവേദനയായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം കറക്കാൻ പോയതായിരുന്നു. ഞാൻ അവളും ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാരും ഒന്ന് ടേസ്റ്റ് നോക്കി. അപ്പൊ ന്യൂ ഇയർ എൻഡ് ചെയ്യുന്നതിന്റെ സങ്കടത്തില് നിമ്മി ഭയങ്കര കരച്ചിലും. കാരണം ആൾക്ക് കുറേ സ്വീറ്റ് മൊമെന്റ്സ് ഒക്കെ ഈ വർഷത്തിലുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞ നമ്മുടെ റിയാലിറ്റി എന്താന്ന് വെച്ചതേ, ഇതിന്റെ തൊട്ടടുത്തിരുന്ന ആയില്ലേ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു കുട്ടി. കണ്ടോ, നല്ല കരച്ചിലാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അത് ചിക്കൻ ചുള്ളൊക്കെ കഴിഞ്ഞു, ഡെക്കറേഷനും കഴിഞ്ഞു. ഇന്നത്തെ ന്യൂ ഇയർ ഡിഷ് ഒക്കെ ഉണ്ടാക്കിയ ഷെഫാണ് നമ്മളുടെ. എപ്പോഴാണോ കിച്ചണിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് കാണുക. കണ്ടോ, ഇന്ന് ഡിഷസ് ആണ്. നാണം വന്നു കൊച്ചു ഷെഫിന്. ഇന്നത്തെ നമ്മുടെ ഫുഡ് ഒരു ബിരിയാണി, റാവുത്തർ ബിരിയാണി, ബിരിയാണി, തേങ്ങ അരച്ച ചിക്കൻ കറി, തേങ്ങ വരട്ടിയ ചിക്കൻ കറി, പച്ചവെള്ളം ഇതും ചിക്കൻ കറി തന്നെയാണ്. അത് റൈസ് തന്നെയാണ്. ഇവിടെ സാധനം ഇത് നമ്മുടെ അപ്പം. സോ സ്പെഷ്യൽ സാധനം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇരുന്ന് കരിഞ്ഞുണ്ടാക്കിയ ഒരു സാധനം. ഞങ്ങളാ കരിഞ്ഞേ, എന്താന്ന് കാണണ്ടേ? കമോൺ. ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ അൽഫാം, ഗ്രിൽഡ് അൽഫാം. സോ കഴിക്കലൊക്കെ കഴിഞ്ഞ് ആകെപ്പാടെ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. വെറുതെ പട്ടി ഷോ ഫോട്ടോസ് ഒക്കെ എടുത്ത്. അപ്പൊ പിന്നെയും അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എന്താ ചെയ്യാട്ടാ, സമയവും പോണില്ല, ഭയങ്കര ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. മതിയായി, നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് അല്ല പണ്ടു കൃഷ്ണൻ ഗോകുല ബാലന അയ്യോ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ DJ നെയ്റ്റ് തുടങ്ങി. പാട്ടുകൾ വെച്ചിട്ട് ഡാൻസും ആടാനും ഒക്കെ തുടങ്ങി. എല്ലാരും ചേർന്ന് അടിച്ചു പൊളിക്കായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്മോക്ക് സെറ്റായി വന്നു, പക്ഷെ പിന്നീട് അത് ഫ്ലോപ്പായി. അതൊന്ന് തീ വന്ന് പുറത്തേക്ക് ചാടി. മൊത്തത്തിൽ എല്ലാവരും ഒന്ന് പേടിച്ചു ഫസ്റ്റ്. Happy New Year.
Happy New Year to everyone. Happy New Year to everyone. Happy New Year to everyone. അത് പോയിട്ടാ പോയി കിടക്കാൻ പറ്റില്ല. കുഞ്ഞിന് കുത്തിച്ചിരുന്നു. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പേടിക്കണത് ഞാൻ ഒരു ചെറിയ പീസേ കഴിച്ചുള്ളൂ. എല്ലാം എടുക്കണ്ട അപ്പൂര് കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഫ്രണ്ട്സ്. ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. എൻ്റെ വക എൻ്റെ ഫാമിലിൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഈ വർഷം നന്നായി പോട്ടെ നിങ്ങളുടെ എല്ലാവരെയും. ബൈ.